Hi friends, welcome back to Colors Malayalam Stitching. അപ്പോൾ ഇന്ന് നമ്മൾ ഷർട്ടിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കട്ടിംഗ് വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ആ ഒരു കട്ടിംഗ് വീഡിയോ കണ്ടിട്ട് സ്റ്റിച്ചിങ് വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ സ്ലീവ് ഇതുപോലെ ആ ഒരു ലെങ്ത്തിന് കറക്റ്റ് ആക്കി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ 2 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിങ്ങനെ ഇതുപോലെ 1 ഇഞ്ചിൽ മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സ്ലീവ് നമ്മളിവിടെ ഇതുപോലെ ലെങ്ത്തിന് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷർട്ടിൻ്റെ ഫ്രണ്ട് പീസ് എടുക്കുക. എന്നിട്ട് ഈ ഒരു 2 ഇഞ്ചിനെ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ 2 ഭാഗവും ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതും നമ്മൾ 2 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെ നമുക്ക് 1 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇപ്പം 2 ഭാഗവും നമുക്ക് ഇതുപോലെ മടക്കി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ബട്ടൺസ് വെച്ച് പിടിപ്പിക്കുന്നിടത്ത് നമുക്ക് ക്യാൻവാസ് ഉപയോഗിച്ചും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. നമുക്ക് നെക്കിൻ്റെ ഈ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കിതിനെ ഈ 2 ഫ്രണ്ട് പീസിനെ നമുക്കെടുത്ത് ബാക്ക് പീസിലേക്ക് ജോയിൻ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കതിൻ്റെ ആ ഒരു ഷോൾഡർ ജോയിൻ്റ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ 2 വശത്തും ഷോൾഡർ നമുക്ക് ജോയിൻ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിൻ്റെ സ്ലീവിന് വേണ്ടിയിട്ട് ഒരു ആം ഹോളിൻ്റെ ഈ ഒരു ഭാഗം ഇതുപോലെ കറക്റ്റായി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ 2 വശത്തെ ആം ഹോളിൻ്റെ സെൻറ്റർ നമുക്ക് മാർക്ക് ചെയ്തിട്ടെടുക്കാം. നമുക്കിതിലേക്ക് സ്ലീവ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്ലീവ് നമ്മൾ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുമ്പം സ്ലീവിൻ്റെ സെൻറ്ററും അതുപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സെൻറ്ററും തമ്മിൽ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഒരു വശത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക, രണ്ടാമത് തിരിച്ച് മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ 2 വശത്ത് സ്ലീവ് നമുക്ക് ഇതുപോലെ ജോയിൻ്റ് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ചെസ്റ്റിൻ്റെയൊക്കെ ഒന്ന് അളവ് മാർക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ചെസ്റ്റിന് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് 7.25 ഇഞ്ചാണ്. ആ ഒരു 7.25 ഇഞ്ചിനാണ് ഇതുപോലെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. താഴോട്ടും 7.25 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്ലീവിൻ്റെ റൗണ്ട് ഞാനിവിടെ ഒരു 5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ആ ഒരു 5 ഇഞ്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഇതുപോലെ ചേർത്ത് വരച്ചു കൊടുക്കാം. നമുക്കിതിനെ
ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. രണ്ട് വശത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കോളർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കോളർ കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ക്യാൻവാസ് ഞാനിവിടെ ഇതുപോലെ ഷർട്ടിൻ്റെ പീസിൽ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 പീസിലായിട്ട് ഷർട്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോളർ സ്റ്റാൻഡ് ഞാനൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് 2 ഭാഗത്തേക്കും ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു 1/4 ഇഞ്ച് ഇതുപോലെ നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കോളർ ലെങ്ത് എടുത്തിട്ടുള്ള ഒരു 12 ഇഞ്ചിൻ്റെ ആ ഒരു ഭാഗമാണ് നമ്മൾ ഇതിവിടെ 1/4 ഇഞ്ച് ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ 2 വശവും ചേർത്ത് പിടിച്ച് കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കോളർ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ ഇതുപോലെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു വശത്ത് നിന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ ഒരു കോണിൻ്റെ ഭാഗം എത്തുമ്പോൾ നമുക്ക് ഇതുപോലെ നൂല് വെച്ച് കൊടുത്തിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചിങ്ങോട്ടേക്കിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കോണ് ഈസി ആയിട്ട് തിരിച്ചെടുക്കുമ്പോൾ മറിച്ചെടുക്കുമ്പോൾ എടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു കോണിൻ്റെ ഭാഗവും അതുപോലെ ഒരു 2 പോയിൻറ്റ് 1/4 ഇഞ്ച് മാത്രം വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്കിതിനെ മറിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് 2 വശവും ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഞാനിവിടെ നന്നായിട്ട് അയൺ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 1/4 ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതിനെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം ഈ ഒരു കോളറിൻ്റെ ബാക്കി വരുന്ന ആ ഒരു പീസ് തുണിയൊക്കെ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഇത് കോളർ സ്റ്റാൻഡുമായിട്ട് ജോയിൻ്റ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു ക്യാൻവാസ് വെച്ച ആ ഒരു ഭാഗത്ത് തന്നെ രണ്ടും ഒരുമിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് താഴെയായിട്ട് ആ ഒരു 2ാമത്തെ പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു സെൻറ്റർ മുതൽ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ നമുക്ക് തിരിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അതുപോലെ 2ാമത്തെ വശവും നമുക്ക് ആ ഒരു സെൻറ്റർ തുടങ്ങിയിട്ട് തിരിച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തെടുത്തുനിന്ന് ഒരു 1/4 ഇഞ്ച് മാത്രം വെച്ചുകൊണ്ട് ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതിനെ മറിച്ചിട്ട് കൊണ്ടുവരാം. അപ്പം നമുക്ക് കോളർ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതിനെ
ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ അയൺ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോളർ സ്റ്റിച്ച് ചെയ്തെടുത്തുനിന്ന് ആ ഒരു തൊടുന്ന ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തൂടെയാണ് നമ്മൾ കോളർ ജോയിൻറ്റ് ചെയ്തിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചുളിവൊന്നും വരാണ്ട് കോളർ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള തുണി ഞാനിവിടെ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമുക്കിതിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടെടുത്തു. ഇനി നമുക്ക് ഷർട്ട് പീസ് എടുത്തിട്ട് ആ ഒരു നെക്കിൻ്റെ ഈ ഒരു ഭാഗം ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ. നമുക്ക് ഷർട്ട് പീസിൻ്റെ റോങ് സൈഡിൽ ഈ ഒരു കോളർ ഇതുപോലെ വെച്ച് കൊടുക്കുക. രണ്ടിൻ്റെയും സെൻറ്റർ തമ്മിൽ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് സെൻറ്റർ മുതൽ സ്റ്റിച്ച് ചെയ്തിട്ട് തുടങ്ങാം നമുക്ക്. അപ്പോൾ സെൻറ്റർ മുതൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുളിവൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് തന്നെ നല്ല കോളർ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് സെൻറ്റർ തൊട്ടിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം ചുളിവൊന്നും ഇല്ലാണ്ട് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടെടുക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് 12 ഇഞ്ച് കോളർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് ജോയിൻറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് ആ കോളർ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു കോളർ സ്റ്റാൻഡിൻ്റെ ഈ ഒരു വശത്ത് നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള ആ ഒരു കോളറിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് പഠിപ്പിക്കുക. അപ്പോൾ നമ്മൾ കോളർ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ഷർട്ടിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് കറക്റ്റ് കോളർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു രണ്ടാമത്തെ മാർക്കിങ്ങും ഇതുപോലെ കൊടുക്കുക. എന്നിട്ട് നമുക്കതിനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഷർട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കോളർ വെക്കുന്നത് മാത്രം നിങ്ങൾക്ക് ആദ്യം ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. പക്ഷെ 1-2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ബട്ടൺ ഹോളൊക്കെ നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഷോപ്പിൽ കൊടുത്തിട്ടാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ ക്ലിയർ ആയിട്ട് തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.